ഞാനെന്താണ് ഈ ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻട്രോ വീഡിയോ ഞാൻ ഇതിന് ഇൻട്രോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കല്യാണത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ കല്യാണത്തിന് വിളമ്പിയ സദ്യയെക്കുറിച്ചാണ്. എൻ്റെ മോനെ, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര അടിപൊളി ഒരു സദ്യ കഴിക്കുന്നത്. അപ്പോൾ ചെന്നിരുന്നപ്പോൾ തന്നെ വാഴയിലയും ഏത്തയ്ക്ക ഉപ്പേരിയും വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്സും എത്തി. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. ആദ്യം തന്നെ വെള്ളം വന്നു. പിന്നെ ഓരോ കറികളായിട്ട് ഇങ്ങനെ പെയ്യെ പെയ്യെ വന്നു തുടങ്ങി. അത്തപ്പൂ ഇടുന്ന പോലെ പല കളറിൽ ഓരോ തൊട്ടുകൂട്ടുന്ന കറിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പേര് എനിക്ക് എടുത്തെടുത്ത് പറയാൻ അറിയത്തില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യം വന്നത് ഇഞ്ചിയായിരുന്നു. പിന്നെ അച്ചാർ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പച്ചടി, പിന്നെ കിച്ചടി, പിന്നെ എന്തുവായിരുന്നു സാധനത്തിൻ്റെ പേര്, മത്തങ്ങാക്കറി. ആ മത്തങ്ങാക്കറി ഒരു അടിപൊളി സംഭവമായിരുന്നു. ആ മത്തങ്ങാക്കറിയും പരിപ്പും പപ്പടവും കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോയെന്നാണ് കൊണ്ടാണോ എന്നറിയത്തില്ല. ആ ചേച്ചി 2 തവണ എനിക്ക് തോരൻ വിളമ്പി. ഇപ്പോൾ വിളമ്പിയത് സോയാബീൻ കറിയാണ്. അതും അടിപൊളിയായിരുന്നു. സോയാബീനും കിഴങ്ങും കൂടെ വെച്ചുള്ളൊരു കറി, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് ഇത്രയും വിളമ്പി കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഭയങ്കര സ്പീഡിൽ അവർ പെട്ടെന്ന് നമുക്ക് വിളമ്പി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. പല പല കളറിൽ ഇങ്ങനെ ഓരോ തൊട്ടുകൂട്ടാൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവിയലാണ് വന്നത്. അവിയൽ വന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ ചോറാണ്. അപ്പോൾ പിന്നെ ചോറിന് വേണ്ടി ഞാൻ കുറച്ച് നേരം കാത്തിരുന്നു. കാരണം എനിക്കിതെല്ലാം കണ്ടിട്ട് കഴിക്കാനായിട്ട് അങ്ങനെ കൊതി വന്നിരിക്കുകയായിരുന്നു. വായിൽ നിന്ന് ഇപ്പോഴും പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നു. അങ്ങനെ ചോറ് വന്നു. ചോറിൽ ഞാൻ ഒന്ന് കൈയിട്ടൊന്ന് വിതറിയപ്പോഴത്തേക്ക് മെയിൻ ഐറ്റം നമ്മുടെ പരിപ്പ് വന്നു. എൻ്റെ ഫേവറേറ്റാണ് പരിപ്പ്, പപ്പടം, അവിയൽ, തോരൻ. ഇത് മൂന്നും കൂടെ കുഴച്ച് കഴിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പപ്പടത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ വന്നത് സാമ്പാറാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ ഒരു സാമ്പാർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ അമ്മയും വലുതായിട്ട് സാമ്പാർ കഴിക്കത്തില്ല. ഞാനും വലുതായിട്ട് സാമ്പാർ കഴിക്കത്തില്ല. കുഞ്ഞിലോട്ട് ഞാൻ സാമ്പാർ കഴിക്കത്തില്ല. അപ്പോൾ പരിപ്പ്, പിന്നെ നമ്മുടെ പപ്പടം വന്നു. പപ്പടം നമുക്ക് സാധാരണ ഞങ്ങളവിടെ ഒരു പപ്പടമേ തരാറുള്ളൂ. ഇവിടെ 2 പപ്പടം തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു പപ്പടം, ഒരു ശകലം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി അവിയലും ഇച്ചിരി തോരനും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു. അങ്ങനെ കിടിലൻ ടേസ്റ്റ്, നല്ലൊരു സദ്യ. ഞാൻ ഏതാണ്ട് 4-5 ഒരു 6 മാസത്തിന് മേളിലായി സദ്യ കഴിച്ചിട്ട്. എന്നിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത്. കിടിലൻ ടേസ്റ്റ്. ഞാനത് മൂന്നും കുഴച്ച് നല്ലൊരു ഉരുള, അങ്ങനെ ആ ഒരു പരിപ്പും അവിയലും തോരനും ഇത് മൂന്നും മാത്രം വെച്ച് ഞാൻ ഒരു പകുതി ചോറോളം തീർത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി വന്നു. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പുളിശ്ശേരി. കുഞ്ഞിലെ തൊട്ടേ എനിക്ക് സാമ്പാർ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ പുളിശ്ശേരി എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതും എൻ്റെ അപ്പച്ചി ഉണ്ടാക്കുന്ന പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. ഇതും അടിപൊളിയായിരുന്നു. ഞാൻ അതും കൂട്ടി ചോറ് ഫുള്ള് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തന്നെ പാലട പായസമാണ് വന്നത്. പാലട പായസം ഞാൻ ചുമ്മാതെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് പായസം വന്നു. ഞാൻ പാലട പായസം കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഞാനത് മൂന്നും കൂടെ മിക്സ് ചെയ്തു. അതായത് പാലട പായസവും പരിപ്പ് പായസവും പഴവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അടുത്തിരുന്നവൻ പപ്പടവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ പപ്പടം ഞാൻ ചോറിൻ്റെ കൂടെ തന്നെ കഴിച്ച് തീർത്ത്. അതുകൊണ്ട് ഞാനൊരു ഏത്തയ്ക്ക ഉപ്പേരി എടുത്ത് പപ്പടത്തിന് പകരം ആ ഒരു ഏത്തയ്ക്ക ഉപ്പേരിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കി. എൻ്റെ മോനെ, കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഈ ഒരു സദ്യയെക്കുറിച്ച് എനിക്കൊരു ചെറിയ വീഡിയോ കാണുകയൊക്കെ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ സദ്യ അവസാനിച്ച് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ്.